മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തില് അങ്ങോളം ഇങ്ങോളം കൊലപാതകങ്ങളുടെ പരമ്പര നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പലപ്പോഴും കൊലപാതകം തന്നെ വാർത്തയല്ലാതെ ആയിരിക്കുന്നു, അതൊരു സാധാരണ കാര്യമായിരിക്കുന്നു. ഇതില് കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട്, RSSകാരും BJPക്കാരും എന്ന് താഴെ ആയുധം വയ്ക്കുന്നു അന്ന് മാത്രമേ ഇവിടെ സമാധാനമുണ്ടാവുള്ളൂ. ആരെ കൊന്നാലും ആര് ചത്താലും ഒരു വശത്ത് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കുന്നു കേരളത്തില് എന്നൊരു വസ്തുത. RSSകാരാണോ BJPക്കാരാണോ കൊല്ലുന്നത്, RSSകാരാണോ കൊല്ലുന്നത്, അല്ലെങ്കിൽ രണ്ടുപേര് കൊല്ലുന്നു എന്ന് തന്നെ അങ്ങോട്ട് ഒരേ വാശിയോടും പകയോടും കൂടി രണ്ടുപേരും കൊലപാതകം നടത്തുന്നു. അത് വസ്തുത തന്നെയാണ്, അതൊരു സത്യമാണ്. മരിക്കുന്നത് ആരായാലും കൊല്ലുന്നത് ആരായാലും രണ്ട് പാർട്ടിക്കാരും അതിനകത്തുണ്ട്. അത് 100% അടിവരയിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുക. ഈ RSSകാരും BJPക്കാരും ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് അവരാണ്. അവിടെ ഒന്നും ഈ കൊലപാതകം ഇല്ല. അവിടെ കൊലപാതകമില്ലാത്തത് മറ്റൊരു പാർട്ടി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതല്ലെന്ന് പറയാൻ പറ്റും. എവിടെയാണോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുള്ളത് അവിടെ കൊലപാതകം കാണുന്നു. അത് ബംഗാളില് നമ്പർ 1ന്റെ സ്ഥാനം തന്നെ കേരളത്തില്. BJPക്കാര് കർണാടകത്തിലുണ്ട്, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരില്ല. BJPക്കാരും RSSകാരും മഹാരാഷ്ട്രയിലുണ്ട്, അവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ല. ഒറീസയിലുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അധികാരത്തിൽ വരുന്നതിൽ അവരില്ല. മധ്യപ്രദേശില് RSSകാരും BJPക്കാരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരില്ല. അപ്പോ ഈ കൊലപാതകം തുല്യ ശക്തിയോടുകൂടി നടത്തുമ്പോ എവിടെയാണോ ഒരു വിഭാഗം ഇല്ലാത്തത് അവിടെ കൊലപാതകമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതൊരു വശം. മറ്റൊരു വശമുണ്ട്. ഈ കേരളത്തില് LDFും UDFും മാറി മാറി വരികയാണ്. മാറി മാറി വരുമ്പോ ഒരു വിഭാഗക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം മുതൽക്ക് ആരംഭിക്കുന്നു കൊലപാതകം. ആ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി അടുത്ത പാർട്ടി വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് കൊലപാതകത്തിന്റെ എണ്ണമെങ്കിലും കുറയുന്നു, അല്ലെങ്കിൽ മിക്കവാറും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പൊ 5 വർഷം കൊണ്ട് 10-40 പേര് കൊല്ലുകയും ചാവുകയും ചെയ്യുമ്പോ UDF ആണെങ്കിൽ 2-3-4 പേര് കൊല്ലുകയും ചാവുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പൊ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ആരാണ് ഈ വയലിലെ ജോലിക്ക് വരമ്പത്ത് കൂലി കൊടുക്കാൻ തീരുമാനിച്ചത് എന്നും അതുപോലെ കേന്ദ്രത്തിലെ ഭരണകർത്താക്കളുടെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ ഇത് നടക്കുന്നതെന്നും പറയുമ്പോ കേന്ദ്രത്തിലെ ഭരണമാറ്റം വന്നിട്ട് 2.25 വർഷമല്ലേ ആയുള്ളൂ. ആ 2.25 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന ആ പാർട്ടി യഥാർത്ഥത്തില് UPA ആയിരുന്നു, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തില്. അപ്പൊ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ, ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നിരിക്കുന്നത് EK നായനാരുടെ പീരീഡിലാണ്, ഏറ്റവും കൂടുതൽ. അതെന്താ അങ്ങനെ സംഭവിക്കുന്നു? കേന്ദ്രത്തില് ഈ കക്ഷിയുടെ ഭരണം ഇല്ലാതിരുന്നപ്പോഴും കേരളത്തില് ഇവരുടെ ഭരണമാണെങ്കിൽ, LDFന്റെ ഭരണമാണെങ്കിൽ ഇത്രയും അധികം കൊലപാതകം നടത്തുന്നു. ഒരു കോടതിയിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള പോയിന്റുകളെല്ലാം പറഞ്ഞൊന്ന് വിചാരിക്കാം. ഒരു പാർട്ടി കേരളത്തിലെ ഏതെല്ലാം സംസ്ഥാനത്തിൽ ഇല്ലയോ അവിടെ കൊലപാതകമില്ല. ഒരു പാർട്ടി ഭാരതത്തിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ടോ അവിടെയൊക്കെ കൊലപാതകമുണ്ട്. ആ പാർട്ടി അല്ലാതെ മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് ഒന്നിൽ കൊലപാതകമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. ആ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം
കൊലപാതകത്തിന്റെ പരമ്പരകൾ നടക്കുന്നു എന്ന് കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ഒരു അഡ്വക്കേറ്റ് വാദിച്ചു എന്ന് വിചാരിക്കാം. ആ ജഡ്ജിയുടെ നല്ലൊരു ജഡ്ജിയാണെങ്കിൽ അയാളുടെ വിധി എന്തായിരിക്കാം, അയാൾ പറയുന്ന വിധി എന്തായിരിക്കാം, നൽകുന്ന വിധി എന്തായിരിക്കാം എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. യഥാർത്ഥത്തിൽ അക്രമം നടത്തുമ്പോൾ ഞങ്ങൾക്ക് കൈകെട്ടി നോക്കിയിരിക്കാനേ പറ്റുള്ളൂ എന്ന് പോലീസുകാർ പറയുന്നൊരവസ്ഥ, അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് കൈകെട്ടി നോക്കിയിരിക്കാനേ പറ്റുള്ളൂ എന്ന് പോലീസുകാർ പറയുന്നു എങ്കിൽ അവരെ കൊണ്ട് കൈകെട്ടി നോക്കി നിൽപ്പിക്കത്തക്ക വിധത്തിൽ ആരൊക്കെയോ മുമ്പിലും പുറകിലും ഇരുന്ന് നിർദ്ദേശം കൊടുക്കുന്നത് കൊണ്ടല്ലേ? അങ്ങനെ നിർദ്ദേശം കൊടുത്തവര് അധികാരത്തിലുള്ളവരായിരിക്കാനല്ലേ സാധ്യത? പോലീസ് അവരുടെ കീഴിലല്ലേ? ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ അതൊക്കെ തടയാനും നിരോധിക്കാനും ഇല്ലാതെയാക്കാനും ഒക്കെ ശ്രമിച്ച പോലീസുകാർക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, കൊലപാതകം നടത്തുന്നവരെ സഹായിക്കുന്ന വിധത്തിൽ പോലീസ് പെരുമാറുന്നു എന്ന് പത്രമാധ്യമങ്ങൾ നിരന്തരം പറയുമ്പോൾ അതിനകത്ത് എത്ര സത്യമുണ്ടെങ്കിലും അങ്ങനെ ഒരു വാർത്ത വരാനുണ്ടായ കാരണം എന്താണ്? അങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും കൊലപാതകത്തിലൂടെ ആരൊക്കെയോ ഒതുക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുമ്പോൾ ഇവർക്ക് തന്നെ ചിന്തിച്ചൂടെ, ഭാരതത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായ ഒരു പാർട്ടി ഇന്ന് 8, 10, 11 സംഘടനകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഭരിക്കുന്നു കേരളം. അവര് ഇത്രയും കാലം എതിർത്തിരുന്ന അതേ കോൺഗ്രസുമായിട്ട് ചേർന്ന് ബംഗാളില് ഏതാനും സീറ്റുകൾ നേടേണ്ടി വന്ന ഗതികേട് അവർക്കുണ്ടായി. അവര് കേരളത്തിൽ ഏത് പാർട്ടിയെയാണോ എതിർക്കുന്നത് അവരുമായിട്ട് ചേർന്ന് ബംഗാളിൽ ഭരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അതായത് ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാൻ കാരണം എന്താ? 2 MP മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇന്ന് ലോകസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിക്കുന്നു എങ്കിൽ, ഒന്ന് വളരുകയും മറ്റൊന്ന് തളരുകയും ചെയ്തു എങ്കിൽ ആ വളർച്ചയുടെ പിന്നിലും തളർച്ചയുടെ പിന്നിലുമുള്ള ശക്തികൾ ഏതാണ്? അതെല്ലാം ആയുധത്തിന്റെയും കത്തിയുടെയും കടാരയുടെയും ദണ്ഡയുടെയും ശക്തി കൊണ്ടാണോ 2ൽ നിന്ന് ഇത്രയും ഉയരമുള്ള നമ്പറിലേക്ക് പോയത്? അല്ലെങ്കിൽ ഏത് ശക്തി കൊണ്ടാണ് മുഖ്യ പ്രതിപക്ഷം ഇന്ന് ശൂന്യത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിച്ചാൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാവും. പത്രങ്ങൾ വായിക്കുന്നതും മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ കാണുന്നതുമായിട്ടുള്ള മനുഷ്യര് കഴിക്കുന്ന ഭക്ഷണം മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണ് എന്ന് അറിയാവുന്ന വ്യക്തികൾ ഈ പച്ചക്കള്ളം അവരുടെ പത്രത്തിലൂടെയും മറ്റു പത്രങ്ങളിലൂടെയും എല്ലാം പബ്ലിസൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ജനത എന്താണോ മനസ്സിലാക്കേണ്ടത് അത് കുറെയെങ്കിലൊക്കെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ എൻ്റെ തോന്നല് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. പ്രണാമം, നമസ്കാരം.